റിപ്പോർട്ട് ബ്രേക്കിംഗ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനങ്ങൾ മരവിപ്പിച്ച ആരോഗ്യവകുപ്പ്. താൽക്കാലിക നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടത്തണമെന്ന് സർക്കുലർ ഇറക്കി. 12ാം നാൾ മരവിപ്പിക്കുകയായിരുന്നു. സർക്കുലർ മറികടന്ന് നിയമനം നടത്താൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും സമ്മർദ്ദമുള്ളതായി KGMO പരാതി ഉന്നയിച്ചിരുന്നു. സിനോജ് തോമസ് വിവരങ്ങൾ നൽകും. സിനോജ്, ഇപ്പോൾ എന്താണിപ്പോൾ അറിയാനാവുന്നത്? ആരോഗ്യവകുപ്പ് എടുത്തിരിക്കുന്ന തീരുമാനം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ഇനി നിയമനങ്ങൾ വേണ്ട എന്നാണോ? സ്മൃതി, അതായത് ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ PSCയുടെ പരിധിയിൽ വരാത്ത എല്ലാ നിയമനങ്ങളും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പാക്കണമെന്നാണ് കഴിഞ്ഞ മാസം 29-ന് ഇറക്കിയ സർക്കുലർ പറയുന്നത്. ആ സർക്കുലർ പ്രകാരം സ്ഥാപന മേധാവിമാർ നിയമനം നടത്താൻ ശ്രമിച്ച ഘട്ടത്തിൽ വലിയ സമ്മർദ്ദമുണ്ടായി. അതായത് സാധാരണ ആശുപത്രി വികസന സമിതികളും തദ്ദേശ സ്ഥാപനങ്ങളും നാഷണൽ ഹെൽത്ത് മിഷൻ, ഒപ്പം തന്നെ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയൊക്കെ തന്നെയാണ് താൽക്കാലിക നിയമനങ്ങൾ നടത്തി വന്നിരുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നിയമനം നടത്തണമെന്ന സമ്മർദ്ദം ഈ സ്ഥാപന മേധാവിമാർക്കുണ്ടായി. അത് പരാതിയായി വന്നതാണ്. അതിന് പിന്നാലെ തന്നെയാണ് കഴിഞ്ഞ മാസം 29-ാം തീയതി ഇറങ്ങിയ ഉത്തരവ് 12ാം നാൾ, കൃത്യമായി പറഞ്ഞാൽ ഈ മാസം 10-ാം തീയതി താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്ന ഒന്നാണ് ഉത്തരവാണ് ആരോഗ്യവകുപ്പ് ഇറക്കിയിരിക്കുന്നത്. അതിന് ന്യായീകരണമായി പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര പദ്ധതിയുടെ കീഴിൽ നടക്കുന്ന സ്ഥാപനങ്ങളും ഈ ഉത്തരവിന്റെ പരിധിയിൽ വന്നു എന്നാണ് പറയുന്നത്. ആകെയുള്ളത് നാഷണൽ ഹെൽത്ത് മിഷനാണ്. അങ്ങനെയെങ്കിൽ നാഷണൽ ഹെൽത്ത് മിഷൻ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള, അതായത് ആശുപത്രി വികസന സമിതികളോ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളോ നടത്തുന്ന താൽക്കാലിക നിയമനങ്ങളൊക്കെ തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടത്താൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന്റെ മറവിൽ മുഴുവൻ നിയമനങ്ങളും മരവിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് പഴയപടി തന്നെ താൽക്കാലിക നിയമനങ്ങൾ യഥേഷ്ടം ആശുപത്രി വികസന സമിതിക്കോ പഞ്ചായത്തുകൾക്കോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു കീഴ്വഴക്കത്തിലേക്ക് ആരോഗ്യവകുപ്പിൽ വീണ്ടും പഴയപടി കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. അത് നടത്താൻ രീതിയിലേക്ക് കാര്യങ്ങൾ. അതായത് സ്മൃതി, ഇതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക്, അതായത് ഒരു കുടുംബാരോഗ്യ കേന്ദ്രമാണെങ്കിൽ ആ പ്രാദേശിക ഭരണകൂടത്തിന് അവിടെ ഇന്റർവ്യൂ നടത്തി നിയമനം നടത്തുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്ന ഘട്ടത്തിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വിമർശനങ്ങളും പരാതികളും വന്നിരുന്നു. അതായത് തുടർച്ചയായിട്ട് ഒരാൾക്ക് തന്നെ, ഒരു ഉദാഹരണം സെക്യൂരിറ്റി ജീവനക്കാരാണ്, അദ്ദേഹത്തിന് തന്നെ വീണ്ടും വീണ്ടും ഈ കരാർ പുതുക്കി നൽകുന്നതിനെ അവിടുത്തെ സ്ഥാപന മേധാവി, അതായത് മെഡിക്കൽ ഓഫീസറൊക്കെ തന്നെ എതിർത്തിരുന്നു. അങ്ങനെ പരാതികൾ ധാരാളമായി വന്ന ഘട്ടത്തിലാണ് ഈ തീരുമാനം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്താം. കാരണം ആയിരക്കണക്കിന് ആളുകളാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അവർക്ക് നിയമനം നൽകാമെന്ന തീരുമാനത്തിലെത്തിയത്. അങ്ങനെ തീരുമാനം വന്നിട്ടും രാഷ്ട്രീയ സമ്മർദ്ദവും പ്രാദേശിക തലത്തിൽ സമ്മർദ്ദവും ഈ സ്ഥാപന മേധാവിമാർക്ക് വരേണ്ടി വന്നു. കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആ വിഷയവും അവർ രേഖാമൂലം ആരോഗ്യവകുപ്പിനെ അറിയിച്ചിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് വീണ്ടും പഴയ തീരുമാനത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് ദേശീയ നാഷണൽ ഹെൽത്ത് ഏജൻസി പ്രകാരമുള്ള പദ്ധതിയിൽ വേണമെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു നിയമനം നടത്താൻ പറ്റും. പക്ഷേ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്താൻ വേണ്ടി നമ്മുടെ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്കോ അല്ലെങ്കിൽ ഈ ആശുപത്രി വികസന സമിതികൾ നടത്തുന്ന നിയമങ്ങളുണ്ട്. ശുചീകരണ തൊഴിലാളികൾ അല്ലെങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാർ, ഇവരൊക്കെ വേണമെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി അതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളുകൾക്ക് നിയമനം നൽകാവുന്നതാണ്. പക്ഷേ അങ്ങനെ നിയമനം നൽകുന്ന ഘട്ടത്തിൽ പ്രാദേശികമായ താല്പര്യങ്ങൾ പരിഗണിക്കാൻ ഒരു വഴിയുമില്ല. അതാണ് ഈ രീതിയിലേക്ക് പഴയപടിയിലുള്ള തീരുമാനത്തിൽ പോകാൻ കാരണമെന്ന് വിമർശനമുണ്ട്. ഏതായാലും ഇത്രയും കാലം എങ്ങനെ നടന്നു വന്നോ ഈ പ്രാദേശിക തലത്തിൽ ആളുകൾക്ക് താല്പര്യമുള്ള ആളുകളെ അഭിമുഖം നടത്തി എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആരോഗ്യവകുപ്പിൽ കാര്യങ്ങൾ പോയിരിക്കുകയാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്തണമെന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പ് തന്നെ അട്ടിമറിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സ്മൃതി, ശരി, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനങ്ങൾ ആരോഗ്യവകുപ്പ് മരവിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് സിനോജ് തോമസ് നൽകുന്നത്.